ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. കുറേ ദിവസമായി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ലോങ് വീഡിയോ ആയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒട്ടും ഒരു ഓർഡർ ഇല്ലാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ തോന്നിയ പോലെ കിടക്കുന്നു, തോന്നിയ പോലെ എഴുന്നേക്കുന്നു. ഞങ്ങളും അതെ, ചേട്ടന് നേരത്തെ പോകേണ്ട കാര്യം കൊണ്ട് എന്തായാലും ഒരു 6 മണി 7 മണി അതിനുള്ളിൽ ഞാൻ എഴുന്നേക്കും. ചേട്ടൻ എഴുന്നേക്കും. ചേട്ടൻ പോയി. അപ്പം ഇത് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചതല്ല ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഞാൻ ഒരു ലൈവൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇന്ന് തന്നെ എടുക്കാം ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന്. അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങൽ കഴിഞ്ഞു. പ്രശാന്തേട്ടൻ ജോലിക്ക് പോയി, കുട്ടികളെ എഴുന്നേപ്പിച്ചിട്ടുണ്ട്. ഇനി അവർ കുളിച്ച് റെഡി ആയി വരട്ടെ. അപ്പോഴത്തേക്കും ചപ്പാത്തി മുട്ടക്കറിയും കഴിക്കണം ഞങ്ങൾക്ക്. പിന്നെ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പം നമുക്ക് അങ്ങോട്ട് കാണാം. ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് കാണാം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതും അലസമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും കേട്ടോ. പിന്നെ ഇന്ന് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഫുള്ള് ഇപ്പോൾ ഈ വെയിൽ കാരണം എന്തോരം നനച്ചാലും നമ്മുടെ മുളയുടെയൊക്കെ ഇല ഒരുപാട് വീടുണ്ട്. അടിച്ചടിച്ചടിച്ചടിച്ച് ഞങ്ങൾക്ക് വീയാണ്ടായി. അപ്പം വിഷു കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചിട്ടില്ല. അപ്പം ഇപ്പോൾ ഒരാഴ്ചയായി. വിഷു കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടത്. ഇത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല, എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഹിന്ദി ബായിനെ ചേട്ടൻ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പം ആളവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കും കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ലാൻഡ്സ്കേപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ, ഞാനപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഒരുപാട് ഇലകൾ കുഴിഞ്ഞിട്ടേ ഭയങ്കര വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഞങ്ങൾ അന്ന് വിഷുവിൻ്റെ പിറ്റേ ദിവസം ക്ലീൻ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഭയങ്കരമായിട്ട് ഈ ഇലകളെ ഉണങ്ങുന്നേ. ഇത് ഞാൻ കാണിച്ചു തരാം. വെയിൽ കാരണം കണ്ട, മുകളിലത്തെ ഇലകളാണ് ഉണങ്ങുന്നത്. നമ്മൾ നല്ലോണം നനയ്ക്കുന്നുണ്ട്, പക്ഷെ മുകളിലത്തെ ഇലകൾ ഉണങ്ങി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക, പൊള്ളലേറ്റ പോലെ. അപ്പം അതൊന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ എനിക്ക് ടൈമും കിട്ടണില്ല. എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മൊത്തം ഒരാഴ്ചയായി ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ മൊത്തം ക്ലീൻ ചെയ്യാൻ ഞാനൊരു ബായിനെ റെഡിയാക്കി, പ്രശാന്തായിട്ട് റെഡിയാക്കിയാന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് ലാൻഡ്സ്കേപ്പിങ്, പുറത്ത് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട, ഇത്ര അധികം ഇല കൊഴിഞ്ഞേക്കുക നോക്ക്. മോളിക്ക് നോക്കുമ്പോൾ തോന്നില്ല ഇത്ര അധികം കൊഴിഞ്ഞുണ്ട്. ഇഷ്ടം പോലെ ഇലകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കൊഴിയുന്ന ഇലയുടെ ഇതാണ്. പിന്നെ ഈ മരാഞ്ച, ഈ ടെർമിനാലിയ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ടെർമിനാലിയ കാണാനൊക്കെ ഭയങ്കര ലുക്കാണ്. പക്ഷെ ആള് ഇതുപോലെ ഫുൾ ഇല കൊഴിയും. സീസൺ പോലെ ഫുൾ ഇല കൊഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഇല ഇതുപോലെ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ദേ ആ കൂട്ടിയിട്ടേക്കണതും ഈ സൈഡ് ഫുള്ള് ബായി ക്ലീൻ ചെയ്തതിൻ്റെയാണ് കേട്ടോ. ഈ പുല്ലിൽ ആ ഇല വീണ് കിടന്നിട്ടേ ആ ഭാഗത്തെ പുല്ല് നാശമായി പോകണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുള്ളൊന്ന് ഡീപ്പ് ക്ലീനിങ്ങിന് പുറത്ത് ഒരാളെ സെറ്റാക്കിയതാണ്. ടെർമിനാലിയ കണ്ട, കാണാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ ആളുടെ ഇല കൊഴിയുമ്പോൾ മൊത്തത്തിൽ ഇതുപോലെ അങ്ങോട്ട് കൊഴിയും. എന്നിട്ട് ഇതുപോലെ ഉണങ്ങിയ പോലെയാവും. എന്നിട്ട് ഇതുപോലെ നല്ല കുരുകുരുന്ന ഇലകൾ വരും. ആദ്യം ഇങ്ങനെ കൊഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ദൈവമേ ഞങ്ങളുടെ മരം ചീത്തയായില്ലോ ഈശ്വര, അതെങ്ങനെ ഉണങ്ങിയെന്ന്. പിന്നെ മനസ്സിലായത് ഇടയ്ക്ക് ഇവൻ കൊഴിയും, പിന്നെ പുതിയ ഇല വരും എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ ഗോൾഡൻ ബാമ്പുകളാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേതൊക്കെ ടെർമിനാലിയ, ലിച്ചിപ്പാമ്പ്. ഇതൊക്കെ വളർന്നു വന്നപ്പോൾ ഒട്ടും സ്പേസ് ഇല്ലാത്ത പോലെ നല്ല തിക്കായിട്ട് വളർന്നു. വെച്ചപ്പോൾ ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് തോന്നി. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു DV ഉണ്ട് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് മരം. അത് ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട്. കണ്ട, വെയിൽ കാരണം പൊള്ളൽ പോലെ ഇട്ടിട്ട് ഇലകൾ ഉണങ്ങി നിൽക്കണേ, അതൊക്കെ വീഴാനുള്ള ഇലകളാണ്. പക്ഷെ നനയൊക്കെ നന്നായിട്ട് നനയ്ക്കുന്നുണ്ട്. എന്താ കാര്യം പറഞ്ഞിട്ട്, വെയിൽ എല്ലാവർക്കും ചൂടിൻ്റെ പ്രശ്നമല്ലേ, അതുപോലെ തന്നെ ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ആ പ്രശ്നമുണ്ട്. കണ്ടോ, ഇതൊക്കെ ആ ബായി കൂട്ടിയിട്ടേക്കെന്താണ് ഈ ഒരു സൈഡിൽ നിന്ന് ഫുള്ള്. ഇനി അപ്പുറത്തും ഉണ്ട് ക്ലീൻ ആക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ള് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോവാം. നല്ല ചൂടാണ്, പുറത്തൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് ഉള്ളിലേക്ക് പോവാം. പിള്ളേരെ കുളിയൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാം. പിന്നെ നമ്മുടെ ഉള്ളിലത്തെ ക്ലീനിങ് ചെയ്യാം. പിള്ളേർ എഴുന്നേറ്റിട്ട് ഇന്നലത്തെ തുണികൾ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ലൈവില് കുറേ പേര് നംഷീനും ജാനുവിനെയും അന്വേഷണം പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും അവർക്കൊക്കെ ഒരു ഹായ് ഒക്കെ പറഞ്ഞേ. താങ്ക് യു പറഞ്ഞേ. അപ്പൊ തുണികൾ മടക്കിക്കോ. കിടക്കൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്.
ഇനി തുണികൾ മടക്കി കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് പല്ലൊക്കെ തേച്ച് വൃത്തിയിൽ പല്ല് തേച്ച് വൃത്തിയിൽ കുളിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഫുഡ് അടിക്കാൻ പോരാ കേട്ടാ. നംശു ചപ്പാത്തി ഉണ്ടാക്കണം പറഞ്ഞില്ലേ. ബാക്കിൽ ഒരു DVD വെച്ചിട്ടുണ്ടെന്ന്. അത് നമശിവനാണ് കേട്ടോ. അതിൻ്റെ വ്യൂ കിട്ടണേ ഫുള്ളായിട്ട് ഈ ജനലിക്കൂടെ. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലുള്ള DVD മരം. ഭയങ്കര തണൽ മരമാണ്. നിങ്ങളധികം ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ചാൽ ഈ DVD ഒരെണ്ണം വെച്ചാൽ മതി. നല്ല തണലാവും അല്ലേ നംശിവേ? രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള വ്യൂ എങ്ങനെയുണ്ട്? പച്ചപ്പൊക്കെ കണ്ട് എഴുന്നേക്കാൻ ജനലൊക്കെ തുറന്നിട്ടേക്കാൻ. പിന്നെ ജനല തുറക്കുമ്പോൾ ഇപ്പം താഴത്തെ ജനല തുറക്കണല്ലേ, മുകളിലത്തെ മാത്രമേ തുറക്കണുള്ളൂ. ഇവിടെ അടുത്ത് കോടാലിയിൽ ഒരു കുട്ടിയുടെ കിടക്കയിൽ പാമ്പുണ്ടായിട്ട് അമ്മ പറഞ്ഞില്ലേ, അത് കേട്ടേ പിന്നെ പേടിയ ജനല തുറക്കാൻ. വേഗം മടക്കി വെക്കൂ കേട്ടാ. ഓക്കെ ബൈ. ചായ പിയേഗാ? ബൈ. ചായ പിയേഗാ? അഭി ദേത്തിയോ. അച്ഛൻ നല്ല മാമ്പഴക്കറി കൊണ്ടുവന്നുണ്ട് കേട്ടോ. നല്ല മണം. കണ്ട മാമ്പഴക്കറി. അപ്പൊ ഉച്ചക്കത്തേക്ക് നമുക്ക് ഇനി കറിയുടെ ആവശ്യം വരുന്നില്ല. കറി ഉച്ചക്കത്തെ പരിപാടി എന്താന്ന് ലൈവിൽ ചോദിച്ചില്ലേ. ഇനി ഉച്ചയ്ക്ക് എനിക്ക് കറി വെക്കേണ്ട. ഒരു മുട്ട പൊരിച്ച് മാമ്പഴക്കറി കൂട്ടിയിട്ട് അങ്ങോട്ട് അടിക്കാം. ഞാൻ ചെന്ന് പ്രശാന്തേട്ടന് ഉണ്ണാൻ വരില്ല. അപ്പം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ കുറേ വിഭവങ്ങളൊന്നും വേണമെന്നില്ല. അച്ചാറുകൾ ഇരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമുക്കത് വെച്ച് കാച്ചാം. ഇന്ന് വളരെ ഞാൻ പറഞ്ഞില്ലേ അലസമായ ഒരു ദിവസമാണെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് കറിയും വേണ്ട, മാമ്പഴക്കറി കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ബായിക്ക് നമുക്ക് ചായ കൊടുക്കാം. ചായയും എന്തെങ്കിലും. അപ്പോൾ ബായിയുടെ ചായയും സ്നാക്സ് റെഡി. ഞാൻ കൊണ്ടുകൊടുത്തിട്ട് വരാം. ബായ് ചായ ഇതെത്തിയോ? ഇനി നമുക്ക് അരി കഴുകിയിടാം. ഉച്ചയ്ക്കുള്ള ചോറടുപ്പത്ത് വരും. അരി കഴുകി അടുപ്പത്തിരട്ടെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചോറ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചപ്പാത്തി ദോശയൊക്കെയാണ് പിള്ളേർക്ക് ഇഷ്ടമുള്ളത്. ചോറ് വെച്ചില്ലെങ്കിലും ഇവിടെ വിഷയമില്ല. എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയും ദോശയൊക്കെയാണ് അവർക്ക് ഇഷ്ടം കുട്ടികൾക്ക്. അപ്പോൾ പക്ഷേ എന്തായാലും അച്ഛൻ മാമ്പഴക്കറിക്ക് കൊണ്ടല്ലേ, അത് കാരണം ഞാൻ വിചാരിച്ച് ചോറ് വയ്ക്കാമെന്ന്. പിള്ളേർക്ക് ചോറിനേക്കാളും ഇഷ്ടം ചപ്പാത്തി പലഹാരങ്ങളാണ്. ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തിയോ പുട്ടൊക്കെയാണ്. ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ കടല വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ ചപ്പാത്തി അല്ലെങ്കിൽ ദോശയാക്കാമെന്ന് വിചാരിച്ചു. നാളത്തേക്ക് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. കടലയും പഴം വാങ്ങിക്കണം. പഴവും ഒക്കെ കൂടിയിട്ട് നാളെ പുട്ട് വരും. അപ്പോൾ അരി നന്നായി കഴുകണം കേട്ടോ. ഏത് അരിയാണെങ്കിലും നന്നായി കഴുകണം. ഇനി ഫസ്റ്റ് കഴുകുന്ന വെള്ളമൊന്നും കൊണ്ട് ചെടിക്ക് ഒഴിക്കരുത്. 2 തവണ കഴുകി കളഞ്ഞിട്ട് പിന്നെ കഴുകുന്ന വെള്ളമില്ലേ, അത് വേണമെങ്കിൽ ചെടിക്ക് ഒഴിച്ചാൽ നല്ലതാണ്. ചെടികൾക്ക് ഒഴിച്ചാൽ നല്ലതാണ്. ചെടികൾക്ക് ഒഴിക്കാറുണ്ട്. നല്ല ചൂടല്ലേ, എന്തൊരു ചൂടാ. ഇങ്ങനെയാ മനുഷ്യൻ നിൽക്കുക. പിള്ളേരെ കുളി കഴിഞ്ഞിട്ട് ഇത്രയായിട്ട്. ഇന്നലെ റേസ വിളിച്ചിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. ഒരുപാട് നേരം 2 മണിക്കൂർ അങ്ങനെ സംസാരിക്കുന്നുള്ളൂ. ഒരുപാട് നേരം സംസാരിച്ചെന്നറിയാം. അങ്ങനെ ഇങ്ങനെയൊന്നും വിളിക്കില്ല. കുറേ ദിവസങ്ങൾ കൂടുമ്പോഴാണ് വിളിക്കുക. വിളിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കേണ്ട. എന്തായാലും ഹാപ്പിയാണ് ഇപ്പോൾ അവള്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഇന്ന് കോട്ടയത്തിന് പോകണം. വീട്ടിൽ അവൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും കുറേ നാളെടുക്കും. ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. കോട്ടയത്ത് ഉത്സവമാണ്. ഉത്സവം ഞായറാഴ്ചയാണ് മെയിൻ ദിവസം. എന്നാലും ഇന്ന് പ്രതിഷ്ഠാദിനാണ്. ഇന്ന് പ്രതിഷ്ഠയാണ്. രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം രാത്രി പോകാമെന്ന് പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഇനി അരി കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അത് എടുത്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ കഴിക്കാട്ടോ. കുറച്ച് ഇഷ്ടം ഉണ്ടോ. അരി കഴുകിയ വെള്ളം ഇത്രയും ഇത് മതി. അതായത് നല്ല അരി തുടക്കത്തിൽ കഴുകുമ്പോൾ തന്നെയുള്ള വെള്ളം എടുക്കണ്ട. എന്ന് വെച്ചാൽ എന്തെങ്കിലും കെമിക്കലാണെങ്കിൽ അത് നമ്മുടെ ചെടികൾക്ക് പോകില്ലോ. അതുകൊണ്ട് പിന്നെയുള്ള വെള്ളം എടുത്തിട്ട് നമുക്കിതുപോലെ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു. അത് ചിലപ്പോൾ എനിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് വെള്ളം താഴത്തോട്ട് പോകാം. എന്നാലും വീടാണെങ്കിലോ ചിലപ്പോൾ വെള്ളം അതിൻ്റെ ഓട്ടെ കൂടെ താഴ്ത്തിട്ട് വരും.
ഇവിടെ ഇരിക്കുന്ന ചെടിയൊക്കെ വയ്ക്കാം. പിന്നെ ഈ അരി കഴുകുന്ന വെള്ളം നല്ലതാന്ന് ഏതോ ഒരു വീഡിയോയിൽ ആരോ ചെയ്യണ കണ്ടിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയേട്ടാ. അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ അക്വേറിയത്തിലെയോ അല്ലെങ്കിൽ പുറത്തത്തെ പോണ്ടില്ലേ അതിലത്തെയോ വെള്ളം എടുത്തിട്ടാണ് ഈ ചെടികൾക്കൊക്കെ ഇതുപോലെ ഒഴിക്കാറുള്ളത് കേട്ടാ. ഇന്നിപ്പോൾ വേറെ വലിയ കുക്കിംഗ് ഒന്നും ഇല്ല. ഇന്നലത്തെ സാമ്പാറുണ്ട്. അച്ഛൻ അമ്മ അവിടെ നിന്ന് കൊടുത്തു വിട്ട അച്ഛൻ കൊണ്ടുവന്ന് തന്ന മാമ്പഴക്കറി ഉണ്ട്. പിന്നെ മുട്ട പൊരിക്കണം, മുട്ട പുഴുങ്ങിക്കൊണ്ട് അതൊക്കെ മതി. അങ്ങനെ നമ്മുടെ മുറ്റം ബായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മുറ്റത്തെ വ്യൂ ഞാൻ കാണിച്ചു. നല്ല വെയില, ഭയങ്കര വെയിലാകണ്ട, നല്ല വെയിലാതാ. ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ബായി അവിടെ സൈഡിൽ എവിടെ ഉണ്ടായിരുന്നു. അയ്യോ എന്തൊരു ചൂടാന്നറിയോ, രക്ഷയില്ല കേട്ടോ. എൻ്റെ ഭഗവാനെ, വൈകുന്നേരം ഒരു മഴ പെയ്തു തരണേ. രക്ഷയില്ലാത്ത ചൂടാ. കാണാൻ എന്ത് രസാലേ, നല്ല ചൂടാണ് കേട്ടോ, പുറത്തിറങ്ങാൻ പറ്റില്ല ഈ സമയത്ത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന എൻ്റെ ഫോൺ സ്റ്റാൻഡ് പതുക്കെ താഴ്ത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വെക്കേഷൻ ആണെങ്കിലും കുട്ടികളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ പല്ലേച്ച് കുളിച്ച് വരാൻ പറയൂട്ടാ. അതുകൊണ്ട് തന്നെ ആ ഒരു പണി തീർന്നു കിട്ടും. അല്ലെങ്കിൽ ഏത് സമയം പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ കുളിക്കേന്ന്. അതുകൊണ്ട് രാവിലെ തന്നെ ആ പരിപാടി കഴിയും. ഇപ്പം അതേ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 10 മണിക്ക് ആയി തോന്നുന്നുണ്ട്. പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് റെഡിയാണ്. ചപ്പാത്തി മേക്കർ, ഞങ്ങളുടെ ചപ്പാത്തി മേക്കർ, ദോശ മേക്കർ, നാളികേരം ചിരണ്ടുന്ന യന്ത്രം ഒക്കെ നമശിവാണ്. ഇനി ഇത്തിരി കൂടി കഴിഞ്ഞാൽ ജാനും കൂടി ഉണ്ടാവും. നിനക്ക് എന്തിട്ടാ കാസറോൾ വേണം അല്ലേ? ഞാനും പ്ലേറ്റ് എടുത്തിട്ട് പോരെ ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പാലുണ്ടല്ലോ, മേടില്ല. ഇന്നത്തെ ലൈവില് അമൃത, ഗായത്രി, ദിയ ഒക്കെ നിങ്ങളോട് അന്വേഷണം പറഞ്ഞു. നിങ്ങളോട് നംശുവിനോടും ജാനുവിനോടും അന്വേഷണം പറഞ്ഞു. തിരിച്ചന്വേഷണം പറഞ്ഞേ. അമ്മൂമ്മ എങ്ങനെ ഉണ്ടാവണം? അമ്മൂമ്മ ഹോട്ടലല്ലേ? അമ്മൂമ്മ അവിടെ ഉത്സവല്ലേ? അമ്മൂമ്മ അമ്പലത്തിലെ കുട്ടിക്ക് നശിപ്പിക്കല്ലേ? കുഞ്ഞു കുഞ്ഞു പീസാവില്ല, നമ്മൾ ഒടിച്ചിട്ട് തന്നെ ഇടണം. പാലിൽ ഇടുമ്പോ കുഞ്ഞു പീസാവുന്നതല്ല, നമ്മൾ ഒടിച്ചിട്ട് ഇടണ്ടായിരുന്നു. എന്നിട്ട് വളയും. നല്ല ചൂടാ. നിങ്ങളൊന്നും ഉണ്ടാക്കി കഴിച്ചോളില്ലേ? ഞാൻ പോയിട്ട് എഡിറ്റ് ചെയ്യട്ടെ കുറച്ച്. അപ്പൊ അതേ പിള്ളേര് എഴുന്നേറ്റിട്ടുണ്ട്. ടൈം പറഞ്ഞ നിമിഷമൊന്ന് ഇവിടെ എണീക്കുന്ന ടൈം നിങ്ങൾ കണ്ടോട്ടെ. എന്നിട്ടാണ് നിങ്ങൾ ഡെയിൻമേലേക്ക് എന്നോട് ചോദിച്ചോണ്ടിരിക്കണേ. 10:30 കുളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രാവിലത്തെ ഫുഡ് അടിക്കാൻ വന്നപ്പോ ഈ ചോറ് തിളയ്ക്കുമ്പോ എന്നോട് പറയോ? തിളയ്ക്കുമ്പോ ഓഫ് ചെയ്യണ്ട. ഈ മുകളിലത്തെ തട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് വെച്ചാൽ മതി. ഞാൻ എന്നാ പോയി എഡിറ്റ് ചെയ്യട്ടെ. അപ്പൊ ഫുഡ് അടിച്ചോട്ടാ. നമശിവ് ചപ്പാത്തി ചുടുന്നു, ജാനു ചപ്പാത്തി കഴിക്കുന്നു. അപ്പം ഞാൻ പോയിട്ട് എഡിറ്റിങ് ചെയ്യട്ടെ. നിങ്ങളുടെ ഫുഡ് അടി കഴിയുമ്പോൾ എന്നെ വിളിക്ക്. ഞാൻ ഊനോ കളിക്കാൻ വരാം കേട്ടാ. ടാറ്റാ ബൈ ഷിയു. ഞാൻ പോയിട്ട് എഡിറ്റ് ചെയ്യട്ടെ കുറച്ച്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കൃഷ്ണനെയും ശിവനെയൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ? ഇതാ നമ്മുടെ ഭഗവാന്മാർ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ റൂമിൽ പോയിരുന്ന് കുറച്ച് നേരം ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും അവരെ ഫുഡ് അടി കഴിയും. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് നമുക്ക് ഊനോ കളിയും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. പിള്ളേരെ കഴിച്ചു കഴിഞ്ഞില്ലേ? ഊനോ കളിക്കണ്ട. നമശിവാണ് കേട്ടാ ഊനോ കാർഡും വാങ്ങിച്ച് ഊനോ കളിന്നും പറഞ്ഞു തുടങ്ങിയത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് ഉൾവലിഞ്ഞ് നിന്ന ആളാ ഞാൻ. പക്ഷെ ഈ കളി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കളിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അതിൽ അഡിക്റ്റ്
ആയി എന്ന് വേണം പറയാൻ. എപ്പോൾ നോക്കിയാലും ഞാൻ പറയും നമുക്ക് ഊനോ കളിച്ചാലോ, നമുക്ക് ഊനോ കളിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിലാണ് ഞാനിരുന്ന് ഈ ഊനോ കളിക്കണേ. പിന്നെ പിള്ളേർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളും കൂടി അവരുടെ കൂടെ കളിക്കാൻ കൂടുമ്പോഴേ. വൈകിട്ടാവുമ്പോൾ പ്രശാന്തേൻ്റെയും കൂടെ കളിക്കാറുണ്ട് കേട്ടോ ഞങ്ങള്. പിന്നെ ഈ ഊനോ ഗെയിമിനെ യൂനോ എന്നാ പറയാന്ന് കുറെ പേര് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ശീലമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പറയാനാണ് ഇഷ്ടട്ടാ. പിന്നെ ഇതെങ്ങനെയാ കളിക്കുക ചേച്ചി എന്ന് കുറെ പേര് ചോദിച്ചു. ഇത് മീഷോന്നൊക്കെ ഓർഡർ ചെയ്ത് കിട്ടും സംഭവം. ഇനി വാങ്ങാനായിട്ട് ഷോപ്പുകളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മീഷോയിലോ ആമസോണിലോ എല്ലാവിടെയും കിട്ടും. പിന്നെ കളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കുറെ നമ്പേഴ്സ്, സെയിം നമ്പേഴ്സ് തന്നെ പല കളേഴ്സിൽ വരുന്ന കാർഡുകളാണ്. പിന്നെ വരുന്നത് റിട്ടേൺ ഉള്ള കാർഡ് ഉണ്ട്, ഷഫിൾ ചെയ്യണ കാർഡ് ഉണ്ട്, കളർ കാർഡുകൾ ഉണ്ട്, +4 +2 എന്ന് പറഞ്ഞ കാർഡുകളുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആള് +4 എടുക്കണം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ +4 ഉണ്ടെങ്കിൽ ഇടാം. +2 ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആളുടെ കയ്യിൽ +2 കാർഡ് ഉണ്ടെങ്കിൽ ഇട്ടാ പിന്നത്തെ ആൾക്ക് അത് പോവും, അല്ലെങ്കിൽ ഇയാള് 2 കാർഡ് എടുക്കണം. അങ്ങനെയാണ് കളി. എങ്ങനെയാ ജയിക്കുന്നതെന്ന് വെച്ചാൽ മൊത്തം കാർഡ് ഇട്ട് കഴിയുമ്പോഴാണ് കളി ജയിക്കുക. പിന്നെ എന്താ, ഒരു കളർ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിപ്പോ ഒരു 6 എഴുതിയ കാർഡ് ഇട്ടേന്ന് വെച്ചാൽ അത് ഏത് കളറാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ 6 ഉണ്ടെങ്കിൽ ഇടാം. ഇത്രയ്ക്കൊക്കെയാണ് എനിക്ക് പറഞ്ഞുതരാൻ അറിയുള്ളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ വേറെ ഒരെണ്ണത്തിൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ കയ്യിൽ 2 കാർഡ് ആവുമ്പോൾ ലാസ്റ്റത്തേന് മുമ്പത്തെ കാർഡ് ഇടുന്നതിന് മുമ്പ് ഊനോ എന്ന് പറയണം, ലാസ്റ്റത്തെ കാർഡ് ഇടുമ്പോൾ ഗെയിം എന്നും പറയണം. നമ്മൾ ഊനോ പറയാൻ മറന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കോട്ട് എന്ന് പറയാം. അവര് കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കാർഡ് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കളിയുടെ ഒരു ചുരുക്ക രൂപം. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രൂപം വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാട്ടെ. ഊനോ കളി എങ്ങനെയാ കളിക്കാന്നുള്ളത് മാത്രമായിട്ട് കാണിക്കാൻ ഒരു വീഡിയോ. പിന്നെ ഇതിനിടയിൽ പ്രശാന്തേട്ടനും കൂടി ഉണ്ടെങ്കിലേ ഒരുപാട് കള്ളക്കളികൾ കാണായിരുന്നു നിങ്ങൾക്ക്. നിർഭാഗ്യവശാൽ പ്രശാന്തേട്ടൻ ഈ ഊനോ കളിയിലില്ല. രാത്രിയിലാണ് ഞങ്ങൾ ഊനോ കളിക്കാറുള്ളത് കേട്ടാ. അപ്പൊ പ്രശാന്തേട്ടനും ഉണ്ടാവാറുണ്ട്. സത്യത്തിൽ ഈ കളി ഭയങ്കര രസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ഇന്നത്തെ ഈ കളിയിലെ ഒരു കളിയിൽ ഞാൻ ജയിച്ചു, ഒരു കളിയിൽ ജാനു ജയിച്ചു, ഒരു കളിയിൽ നംശു ജയിച്ചു. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. ഗ്രീനുണ്ട്, റെഡും, എന്റെ പിന്നെ എല്ലാ കളറുണ്ട്. ആവശ്യമുള്ള ഒഴിച്ച് ഞാനല്ലേ കുഴപ്പമില്ല. കളർ ചേഞ്ചിങ് കാർഡ് ഊനോ ഗെയിം ഗ്രീൻ. എങ്ങനെയാ റിവേഴ്സ് ആണ് അവനല്ലേ, അവനാണ്. അപ്പൊ ആദ്യത്തെ കളിയില് ഞാൻ ജയിച്ചിരിക്കുന്നു, നിങ്ങളുടെ സ്വന്തം ഹരിത ജയിച്ചിരിക്കുന്നു. ആര്? ഹരിത ജയിച്ചിരിക്കുന്നു. അപ്പൊ ഒരു കളിയുള്ളൂ നീ പറഞ്ഞല്ലോ നേരത്തെ. നീ പറഞ്ഞ അടുത്ത് ഒരു കളിയുള്ളൂ. നിനക്ക് അത് കഴിഞ്ഞിട്ട് നിന്റെ കൂട്ടുകാരോടെ കളിക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ? നംശുവിന് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, ജാനുവിന് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ തൊട്ടപ്പുറത്തുള്ള പിള്ളേര്. അപ്പൊ അവര് കളിക്കാൻ വിളിക്കാൻ വന്നപ്പോ ഇവര് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു ഊനോ പ്ലാൻ ചെയ്തിട്ടുണ്ടായി. ഞങ്ങളുടെ ഊനോ കളി കഴിഞ്ഞിട്ട് പോവാന്ന് നംശു പറയണേ. ഇപ്പൊ അപ്പോഴത്തേക്ക് അവർ ഉച്ചയ്ക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി പോകും. അവരുടെ കളി തീരും വൈകുന്നേരം പൊക്കപ്പോ. ആ കരിക്ക് വെട്ടാനോ ഓർത്തോളൂ കേട്ടോ. നിങ്ങളുടെ കളി കഴിഞ്ഞിട്ട് ഇന്ന് എനിക്കൊരു കളി കളിക്കാൻ പറ്റുമോ? നീ അഞ്ചില്ലേ, അച്ചുല്ലേ? ഇതാണിപ്പൊ ഞാൻ മൂന്നണ്ടില് നീ ഷഫിൾ ചെയ്ത് ശരിയായപ്പോ ഒരേ ഇത് കിട്ടിയിരുന്നു. ഒന്നിട്ടൂടെ പൊട്ട ഇത് സ്കിപ്പായി. ഞാൻ ജയിച്ചു കുത്തിരിക്കന്നെ. ചോക്കിട്ടെ തയ്ച്ചു ഞാൻ ചോദിക്കട്ടോ. എന്റെ സാരികളുടെ ബ്ലൗസുകളെല്ലാം ആരാണ് സ്റ്റിച്ച് ചെയ്യണ, ആരാണ് ഡിസൈൻ ചെയ്യുന്നത്? ഞാൻ തന്നെയാണ്. സ്റ്റിച്ച് ചെയ്യുന്നത് രാജി ചേച്ചിയാണ്. അപ്പൊ രാജി ചേച്ചിക്കിടയില് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് തയ്ച്ചോന്ന്
വീഡിയോ രക്ഷപ്പെട്ടു. ഞാൻ ജയിച്ചത് കിട്ടിയില്ലെങ്കിലോ ഞാൻ വിചാരിച്ചു ചേച്ചി ഇന്നതാ ചേച്ചി ഇന്ന് വൈകുന്നേരം തായോ അവര് വേറെ ഫ്ലൈറ്റ് പിടിക്കട്ടെ. അവളുടെ തൊട്ടപ്പുറത്താ, നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി, ഞങ്ങൾക്ക് ദൂരണ്ട്. എനിക്ക് നാളെ തന്നെ തരാം, ഇനി മാറ്റം ഇല്ല കേട്ടാ. ഓക്കെ നാളെ തരുള്ളൂ. നാളെ നീ പോയി വാങ്ങണേ. ഓർമ്മിപ്പിച്ചോളൂ നമുക്കൂട്ടാ. എനിക്ക് ഓർമ്മയില്ല. സെക്കൻഡ് കാർഡ് അവളുടെ ഇതിപ്പോ ഞാനല്ലേ ജയിച്ചത്. ഞാൻ ജയിച്ചതല്ലേ സംശയ. പ്ലസ് 4 ഉണ്ടോ സംശയ? 2 + 4 ഒന്നും ആവശ്യമില്ല, 1 + 4 കുറവുണ്ട്. ഞാൻ കൊടുക്കില്ല. ഞാൻ ഷഫിൾ ചെയ്തിട്ടോ വേണ്ട, ഞാൻ ഷഫിൾ ചെയ്തിട്ടോ. മൊത്തം ചക്ക എടുത്ത് വെച്ചേക്കാം. എനിക്ക് ഡൗട്ട് ഉണ്ട്, എനിക്കത് ഡൗട്ട് ഉണ്ട്. അപ്പൊ 4 + 4 കിട്ടിയില്ല, പിന്നെ 2 + 2 അല്ല 3 + 2 ഏഴെണ്ണം ഉണ്ടപ്പോ 7 + 2 അതുകൊണ്ട് കാര്യമില്ല, ഇവിടെ നടക്കില്ല കേട്ടോ. 1 1 1 2 2 2 3 3 3 വീഡിയോണല്ലേ 4 4 4 5 5 5 6 6 6 7 7 7 8 8 8 9 9 10 10 10. ഞാൻ വീഡിയോ ഞാനാ ജയിച്ചേ. അതുകൊണ്ട് ക്യാൻസൽ ആക്കിയില്ലേ? ജയിച്ച ആൾക്കാരാണ് ഫസ്റ്റ് ഇടുക. അല്ല, റൂൾസ് ആർ റൂൾസ്. പക്ഷെ +4 ഒന്നില്ല, അത് കണ്ടേ തരണം. എന്റെ റൂൾസ് ചോപ്പിയ ഇട്ടു, ഞാൻ ഇട്ടു. അല്ല എന്റെ അപ്പൊ ഞാനാ അല്ല നീയ അപ്പൊ ഞാൻ തന്നെ. അപ്പൊ തന്നെ ഞാനാ നീയ. ഞാനപ്പോ ഈ കളിയിലുണ്ടില്ലേ അപ്പൊ ഞാൻ റിവേഴ്സ് ആണ് ചേച്ചി. റിവേഴ്സ് ഇട്ടപ്പോ ഞാനാണ് പിടിച്ചോ എടുത്തോ. റിവേഴ്സ് നിന്റെ ഞാനല്ലടാ. ഇട്ടോ ഇട്ടോ. ഉമ്മയൊന്നും വായിക്കണ്ട, എന്നെ കണ്ടൂലേ? കണ്ടൂലെന്റെ പൊടി ഉമ്മ വന്നു. ഞാൻ നീ കളിക്കാം, ഞാൻ കളിക്കില്ല. +4 ഇല്ലത് കളർ കാടാ സാധാരണ. അതിലുള്ള എന്താ എനിക്ക് ധാരപ്പെടേണ്ടത്? ഞാനിടേണ്ടത് അവിടെ ഇരിക്കും. ഞാൻ ഇടട്ടെ, ഇത് കാണാനുള്ള ഐഡിയ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേഞ്ച് ചെയ്തിട്ടു.
ഊനോ ഗെയിം കളർ ചേഞ്ചിങ് ആണ് എന്താടാ ഞാൻ പൊട്ട ഒറിജിനല് ബുദ്ധിയുള്ള ആള് പറഞ്ഞതാ +4 ഇട്ട് പണി കൊടുക്കാൻ ബുദ്ധിയില്ല ചക്കന് ബുദ്ധിയില്ല ജയിപ്പിച്ചതാ ഞാൻ +4 ഇട്ടില്ല ജയിപ്പിച്ചതാ ഞാൻ അമ്മേനെ അമ്മ തോൽക്കണ്ടല്ലോ ബുദ്ധിയില്ല പറഞ്ഞു കൊടുത്തു എന്നിട്ട് പോലും +4 ഇട്ടില്ല ബുദ്ധിയില്ല ബുദ്ധിമാൻ ബുദ്ധിയില്ലാത്ത ബുദ്ധിമാൻ ഒരു കളി എന്തായാലും ഞാൻ തൊട്ടു അതെന്താ ഞാൻ ഷഫിൾ ചെയ്തോളാം അപ്പൊ ഞാൻ എന്തെന്ന് അറിയാം ഞാനൊരു നയന അങ്ങോട്ട് ഇട്ടു അംശു കളിച്ചോ ജാനോടി ഇരിക്കട്ടെ മോളെ ഇനി ജാന പിന്നെ +2 അറിയാം എല്ലാവരുടെയും +2 ഒന്നുമില്ല അടുത്തത് കാര്യം ജയിക്കാൻ മോളെ അവന്റെ പച്ചയും റെഡായിരുന്നു ഉണ്ടായിരുന്നു അവൻ റെഡ് ഇട്ടു നേരത്തെ ആദ്യമായി നംശു ജയിച്ചു ഞാൻ പറഞ്ഞതല്ലേ ഊണോ ഗെയിം ഓനോ ഗെയിം അമ്മേന്റെ ഊണോ ഗെയിം ലാസ്റ്റ് ആയില്ലേ അപ്പൊ പിന്നെ ഇപ്പൊ ഒരു നോക്കാൻ അങ്ങോട്ട് ക്യാമറ ഓഫ് ചെയ്യും പെട്ടക്കാന എന്നിട്ട് അപ്പൊക്ക് അമ്മ ഒരു ഇത്തിരി ബാലൻസ് എഡിറ്റിംഗ് ഉണ്ട് അത് തീർത്തിട്ട് രണ്ടുപേരും ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ വല്ല കോമഡി മൂവീസ് വെക്കി എന്നാ കുറച്ചേരം നംശു കുറച്ചേരം ഞാനും അങ്ങനെ കാണും എഡിറ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്തായി TV കാണലൊക്കെ കഴിഞ്ഞില്ലേ എഴുന്നേറ്റോ ഇനി നമുക്ക് ഫുഡ് അടിക്കാം ഇനി ഫുഡ് അടി കഴിഞ്ഞിട്ട് പരിപാടി അപ്പം ഞങ്ങൾ പോയി ഫുഡ് അടിക്കട്ടെ വൈകുന്നേരം കോട്ട അമ്പലത്തിലേക്ക് ഒന്ന് പോകണം പിന്നെ നമ്മുടെ ബായി ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് അടിക്കട്ടെ അല്ലേ ജാനു നംശു നമ്മൾ ഫുഡ് അടിക്കട്ടെ ജാനുവിന്റെ ഫുഡ് അടി ഇതുവരെ തീർന്നിട്ടില്ല കേട്ടാ ജാനുവിനെ കളിക്കാൻ വിളിക്കാൻ 2 ചേച്ചിമാര് വന്നിട്ടുണ്ട് അമൂല്യക്കുട്ടിയും ചൈത്രക്കുട്ടിയും കളിക്കാൻ വിളിക്കാൻ വന്നേക്കാം അതിന് അവര് പോസ്റ്റാണ് ജാനുവിന്റെ കഴിച്ച് കഴിയാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്റെ കഴിക്കലൊക്കെ എപ്പോ കഴിഞ്ഞു എന്നാ വേഗം കഴിക്ക് ഇത് ഉച്ചക്കെത്തിയല്ലേ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റുമോ സ്വകാര്യം പറയണ്ടല്ലോ
കിട്ടായപ്പോഴേ പറമ്പിൽ നിന്ന് കിട്ടിയ കുളമ്പ് മാങ്ങ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പഴുത്തത് ഇന്നലെ കിട്ടിയത് കഴിച്ചു. ഇന്ന് ഞാനത് പഴുപ്പിക്കാൻ വെച്ചത് പഴുത്തു. അപ്പം ഇത് ഞാൻ ജ്യൂസ് എടുക്കാൻ പോവാ, പാലൊക്കെ ഒഴിച്ചിട്ടേ. അടിപൊളിയാണ് കേട്ടാ. ഷേക്ക് റെഡി. ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ പ്രശാന്തേട്ടൻ. ജാനു പോട്ടയ്ക്ക് പോയി പ്രശാന്തേട്ടാ. അച്ഛൻ വിശ്വസിക്കില്ലടാ ജാനു പോട്ടയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട്. ആവശ്യം പോട്ടേന്ന് വിളിച്ചിട്ട് വന്നേ ജാനുവിനെ. പോട്ടേന്ന് വിളിച്ചിട്ട്. ഇതാണ് കേട്ടാ ഞങ്ങൾ തിയറിക്കിയ മിൽക്ക് ജ്യൂസ്. സൂപ്പർ രസമുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് ഉണ്ടായ കുളമ്പ് മാവിന്റെ ജ്യൂസ്. അതെ അതെ. വീണ്ടും ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പൊ പ്രശാന്തേട്ടൻ പോവാണ്. പോയിട്ട് ഇനി വൈകുന്നേരം വരുമ്പോഴേക്കും നമുക്ക് റെഡി ആയി നിൽക്കണം. അമ്പലത്തേക്ക് പോണ്ടേ പോട്ടേല്. രാജേട്ടൻ ഗ്ലാസ് അങ്ങോട്ട് പൊന്തിച്ചു. പ്രശാന്തേട്ടൻ എത്തിയിട്ടുണ്ട്. ഇനി റെഡിയായി ഞങ്ങൾ കോട്ടയ്ക്ക് പോകാൻ പോവാം. ജാനു ബേബിയുടെ കളി കഴിഞ്ഞ് ജാനുവിനെ കൊണ്ടുവരാൻ പോയതാണ് ചേട്ടൻ. എന്തോരം നേരാ ജാനു, മുടിയൊക്കെ ആകെ കൊളായല്ലോ. കുട്ടികളെ പോയിട്ട് മേല് കഴിക്കോ. കോട്ടയിലേക്ക് പോണമെങ്കിൽ പോണോ? ജാനു കോട്ടയിൽ നിൽക്കൂട്ടാ ജാനു പോയിട്ട്. അല്ല ജാനു? നീ നിൽക്കില്ല, ജാനു നിൽക്കൂ. അപ്പൊ ഇന്ന് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇടണേ. അപ്പൊ ഞാനും ജാനും സെയിം ഡ്രസ്സാണ് ഇടണേ. അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവം ഒരു 10 ദിവസത്തെ പരിപാടി ഉണ്ട് ഇത്തവണ, കോട്ടയിലത്തെ ഉത്സവം. അപ്പൊ അതിന് ഇനി സാരിയൊക്കെ കൊടുക്കാനുള്ളൊരു എന്തോ ഒരു മാനസികാവസ്ഥ ഇല്ല, അത് ചൂടൊക്കെ കാരണം. അപ്പൊ എന്തായാലും ഉത്സവത്തിന്റെ മെയിൻ ദിവസം നമുക്ക് സാരി കൊടുത്തു പോവാം. അപ്പൊ ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് കമ്മലൊക്കെ ഇട്ടു, ഡ്രസ്സ് മാറി. അപ്പൊ ഇനി ഫുള്ള് റെഡി ആയിട്ട് കാണാം കേട്ടോ. ജാനുവിനെ റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി മുടി ഒന്ന് ഒതുക്കിയെടുക്കണതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പം നമശി ആൻഡ് മമ്മ ഇസ് റെഡി. കുപ്പിയോള വേണം സാധാരണ ഒരു വളയിടണം. ഭംഗിയുണ്ടോ? ഭംഗിയല്ലേ? തോന്നിയത്. ജാനു ബേബി ഈസ് കമ്മിങ്. റെഡി ആവാം എന്നാ ജാനു. എൻ്റെ മുടിയൊക്കെ കെട്ടട്ടെ. ഞങ്ങള് 4 പേര്, അത് നിന്റെ കയ്യിലിരിപ്പില്ല, 4 പേരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പോട്ടേട്ടാ ഞങ്ങൾ ഇനി പോട്ടയിൽ എത്തിയിട്ട് കാണാം, അല്ലെങ്കിൽ പോണ വഴിക്ക് ഒരു ക്ലിപ്പ് എടുക്കാം. അപ്പോൾ പോവാം. ബാ 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 ബാ. അപ്പൊ നമുക്ക് പോട്ടയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമശിവ് ജാതി സ്റ്റൈലാണ്. എന്ത് ഭാവിച്ചിട്ടാന്നറിയില്ല. അപ്പൊ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കണ്ട ഫുൾ ക്ലീൻ. എൻ്റെ ദൈവമേ, വീണ്ടും ഇല കൊഴിഞ്ഞല്ലോ. എന്നാലും ക്ലീനായിട്ടുണ്ട്. നമ്മളപ്പോൾ പോട്ടയിലേക്ക് പോണത് ആ സ്ഥിരം കിളി വന്നിരിക്കുന്നുണ്ട്. ഞാൻ പറയാറില്ലേ ഈ കിളി. അപ്പം ഞങ്ങൾ പോവാണ്, പോട്ടയിലേക്ക് പോയിട്ട് വരാം. എന്തിട്ടാ ഇത് പറയണേ? പസ്സിലല്ലേ? പസ്സിൽ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കളിച്ചുകൊണ്ടിരിക്കുക. പോട്ടയിലേക്ക് അതൊക്കെ കയറ്റിയിട്ടുണ്ട്. മനമായി. അപ്പൊ ഞങ്ങൾ ഹൈവേയിലെത്തി. അപ്പൊ നമുക്ക് പോകാം. സ്നേഹവതിയായിട്ടുള്ള ഭാര്യമാരുണ്ടെങ്കിൽ അങ്ങനെയാണ്. നല്ല രാജേഷേന്റെ വൈഫ് വിളിച്ചുകൊണ്ടിരിക്കുക, അതാ ഞാൻ പറഞ്ഞേട്ടാ. ഹരിതാനഗർ എത്തിപ്പോയി ഗൈസ്. അതെ, പോടുന്നു പാമ്പാമ്പോട്ട്. ഞങ്ങളുടെ താലികെട്ട് നടന്ന ക്ഷേത്രമാണ്. നമ്മൾ പോട്ടയിലേക്ക് കടന്നു. ഈ വഴി നേരെ അങ്ങോട്ട് പോവാ. വളവും തിരിവൊന്നും തിരിയാതെ നേരെ പോവാ. 2ാമത്തെ കനാലിന്റെ അവിടെ നിന്ന് റൈറ്റ് ആണ് എൻ്റെ വീട്.
നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്ക് കാറ് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ സുബുദേച്ചിയുടെ വീട് പണി നടക്കണ കാരണം കുറേ ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നമ്മുടെ എവിടെയാ മുല്ലശ്ശേരിക്കാരുടെ അവിടെ വണ്ടി ഇട്ടിട്ട് നടക്കണം കേട്ടോ. പ്രശാന്തേട്ടൻ ഇത് വല്യമ്മ നടത്തി സൗന്ദര്യത്തിന്റെ രഹസ്യം ഈവനിങ് വാക്ക്. ശ്രീകുട്ടൻ നിന്റെ വിലപ്പെട്ട ഒരു മുതൽ ഇതിലുണ്ട്. വിലപ്പെട്ട മുതൽ പ്രശാന്തേട്ടൻ തെറ്റിദ്ധരിച്ചെടുത്താനത്. ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ട് വിലപ്പെട്ട മുതൽ. ചെക്ക് ചെക്ക് ഇവന്റെ വീട്ടിൽ പോവാ മക്കളെ. ശരി അമ്മ, ശരി അമ്മ, വീട്ടിൽ പോവാ അമ്മ. മുന്തിരി അവള് പറയുന്നതാ വീട്ടിൽ പോവാ മക്കളെ. അപ്പൊ ഞാൻ പറയാ ശരി അമ്മ ഞങ്ങളും വരാം. ഞാൻ അങ്ങനെ പ്രകൃതി സുന്ദരമായ ഞങ്ങളുടെ പോട്ടെത്തി, ഞങ്ങളുടെ വീടെത്തി. അമ്പിളിമാമൻ വന്നു. ഇത്ര നേരത്തെയാ? അമ്മാമൻ പ്രശാന്ത് മാമനായിരിക്കും കുട്ടി ഉദ്ദേശിച്ചത്. അമ്പിളിമാമൻ അതാ ആകാശത്താ. പൊട്ടത്തി ഉണ്ട്, മുകളിലുണ്ട്. നമ്മുടെ തെറ്റാ അല്ല, ഞങ്ങളുടെ തെറ്റാ. അമ്പിളിമാമ ഉണ്ട്. ശരി, നമ്മുടെ കൂടെ വരുന്നുണ്ട് എന്നാ പറഞ്ഞേ. ബ്രോ ഹൈ. സുബിദേച്ചിയുടെ മാങ്ങ പ്രശാന്തേട്ടൻ പൊട്ടി. പോവാ എന്തിന്റെ മുകിലെ വായില് തുപ്പ സ്കൈ പോവാണോ നിങ്ങള്? അപ്പൊ അമ്മ വണ്ടിമ പോരെ, ഞങ്ങള് കാറിൽ പോകും. പ്രശാന്തേട്ടൻ എന്തോ അവിടെ സുരേഷേട്ടനായിട്ട് സംശയങ്ങള്, വീട് പണിയുടെ സംശയങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മൂമ്മയും ജാനുകുട്ടിയും എവിടെ ബൈക്കിൽ വരുന്നുണ്ട്. നമുക്ക് വരുന്നു അമ്മൂമ്മയും ജാനും. പറമ്പിലേ അവിടെ ഒരുപാട് മാവൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഈ വഴി കൂടെയാണ് ഞങ്ങൾ ശരിക്കും അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ തോടിൻ്റെ ചേരെ നേരെ അങ്ങോട്ടുള്ള വഴി കൂടെ. ഇപ്പം ഇതിലൊന്നും കിടക്കാൻ പറ്റില്ല. ഈ വരമ്പ് പിടിച്ച് അങ്ങോട്ട് നടക്കും. ഇവിടെ ഫുള്ള് പാടായിരുന്നു, ഇപ്പം നികത്തി. ഈ പറമ്പിൽ കുറേ കുട്ടിക്കാലത്ത് മാങ്ങ പറക്കാൻ പോയിട്ടുണ്ട്. ഇപ്പം ഈ റോട്ടിൽ കൂടെ തന്നെ പോകണം അമ്പലത്തേക്ക്. ഇവിടെ എന്നാ വെച്ചാൽ സുഖമാണ്. ഇതാ അറ്റത്ത് ലേറ്റ് കാണുന്നിടത്തേക്ക് നടന്ന അമ്പലത്തി. അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ നമുക്ക് കാറിൽ റോഡ് വഴി പോണം. ആരെ ഒരു നടനെ മമ്മൂട്ടി പറഞ്ഞു നിങ്ങൾ പുറത്തൊന്നും അന്വേഷിച്ച് പോണ്ട, നമുക്കുണ്ടല്ലോ അത്ര കഴിവുള്ള ഒരാള്, അവിടെ ചോദിക്കൂ. മോഹൻലാല് പോയി ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു ഈ ചകട കൂടെ ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞു. സംഭവിച്ചു. നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയ രീതിക്കുള്ളൂ ഇത്തവണ. വെടുപ്പാക്കാറുണ്ട്. ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കാറുണ്ട്. ഇത്രയും ഭാഗം സെറ്റ് ആക്കിയിട്ടുണ്ട്. കല്യാണത്തിന് വന്നിട്ട് പിന്നെ ഒന്നല്ല ഭയങ്കര. ഞങ്ങളുടെ അമ്പലം ഞങ്ങളിവിടെ ഇറങ്ങാം. ഞങ്ങളുടെ അമ്പലം. എൻ്റെ ശിവൻ ഇവിടെ നിന്നാണ്. അയ്യോ എൻ്റെ ശിവനാ, എൻ്റെ ശിവൻ. എൻ്റെ അമ്പല, എൻ്റെ പാമ്പാമ്പോട്ട് ദേവര. എൻ്റെ
അമ്പലത്തിൽ നിന്ന് തൊഴുത് തിരിച്ചു പോകാനായിട്ടാ. കൊടകര എത്തി. കൊടകര ഗ്രാൻഡ് പിടിക്കാം. രാജേട്ടൻ പറയുന്നു ഗ്രാൻഡ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പന്തലുക്കാരന്റെ അത്ര വരുവോ? പന്തലുക്കാരൻ, പുതുമ എല്ലാം ഇവിടെയാണ് കേട്ടാ. നമ്മുടെ ഷോപ്പിംഗ് സ്ഥലങ്ങൾ എല്ലാം ഈ കൊടകരയിലാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് എനിക്ക്. പിള്ളേര് ഫോട്ടോയിൽ നിന്നിട്ടാ. ഞങ്ങൾ കൊടകരയിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അവിടെ ഇറങ്ങിയതാണ്. ചുള്ളം പ്രശാന്ത് പിന്നാലെ ഉണ്ട് കേട്ടോ. സർവത്ത് കുടിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ രാത്രിയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.